ഓൺലൈൻ ട്രേഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വാപൊളിച്ച് നിൽക്കും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളുണ്ട്. അവർ ചിലരെങ്കിലും കാശ് സമ്പാദിക്കുന്നും ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ട്രെൻഡിങ് ആയി ഇപ്പോഴും നിലനിൽക്കുന്നത്, പൂട്ടിപ്പോകുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നൊരു വാർത്ത പുറത്തു വന്നു. ഒരു വ്യക്തിയുടെ 41 ലക്ഷം രൂപ ഓൺലൈൻ ട്രേഡിംഗ് എന്ന ആപ്പ് എന്ന പേരിൽ ഒരു തട്ടിപ്പ് സംഘം തട്ടിയെടുത്തുവെന്ന്. പല ഘട്ടങ്ങളിലായാണ് തട്ടിപ്പ് നടന്നത്. ആ തട്ടിപ്പിൻ്റെ കഥ പരാതിയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഇയാൾ ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ ആപ്പിലെ പരസ്യങ്ങളിൽ കണ്ണും മനസ്സും ഒക്കെ ഉടക്കി വീഴുന്നു. ചെറിയ ചെറിയ തുകകൾ ആദ്യം നിക്ഷേപിക്കുന്നു. ആപ്പ് അതിനുള്ള കമ്മീഷനും ലാഭവും ഒക്കെ അപ്പോഴപ്പോഴായി അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇയാളുടെ വിശ്വാസ്യത സമ്പാദിക്കുന്നു. അതിനുശേഷം ഇയാളെ കൊണ്ട് കൂടുതൽ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇയാളത് വിശ്വസിച്ച് ആദ്യം കിട്ടിയ ചെറിയ തുകയിൽ കണ്ണു മഞ്ഞളിച്ചു പോയ ഇയാൾ മുഴുവൻ തുകയും ഈ തുക നിക്ഷേപിച്ച ശേഷം ഇതെല്ലാം ഓൺലൈൻ വാലറ്റിലുണ്ട്, പൈസ അവിടെ തന്നെ ഭദ്രമാണ്, നിങ്ങളുടെ തുക അവിടെ തന്നെ ഉണ്ട് എന്ന് ഭദ്രമാണ് എന്ന തരത്തിൽ കാണിക്കുന്ന തരത്തിൽ വ്യാജ പ്രൊഫൈലുകളും അവർ സൃഷ്ടിച്ചിരുന്നു. ഈ പ്രൊഫൈലുകളൊക്കെ കണ്ട് ഇദ്ദേഹം മിണ്ടാതിരുന്നു. 60 ദിവസത്തിന് ശേഷം മെച്യൂരിറ്റി ആകും, നിങ്ങൾക്ക് ഈ തുക വിഡ്രോ ചെയ്യാം, ലാഭം ഉൾപ്പെടെ വിഡ്രോ ചെയ്യാമെന്നാണ് കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ 60 ദിവസം കഴിഞ്ഞ് ഇയാൾ തുക വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ₹1 പോലും എടുക്കാൻ കഴിയുന്നില്ല. അവിടെ അങ്ങനെ ഒരു കാശയില്ല. അങ്ങനെ ഇയാൾ നിക്ഷേപിച്ച തുക അങ്ങനെ വാനിഷായി പോയിരിക്കുന്നു. ഇദ്ദേഹം പോലീസിൽ പരാതി നൽകി. പാലക്കാട് ജില്ലാ സൈബർ സെൽ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു. എന്നിട്ട് പോലീസുകാർ പുറത്തുവിട്ട കണക്കാണ് അതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്നത്. ഇക്കൊല്ലം മാത്രം പാലക്കാട് ജില്ലയിൽ 12 പേരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായത്. ഇവരിൽ നിന്ന് തട്ടിപ്പിന് ഇരയായ 12 പേരിൽ നിന്ന് നഷ്ടമായതാകട്ടെ 7,10,00,000 രൂപയും. ആലോചിച്ച് നോക്കുക, 7,10,00,000 രൂപ ഈ 12 പേർ ഓൺലൈൻ ട്രേഡിങ്ങിൽ നിക്ഷേപിക്കുകയും അത് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. എത്ര വലിയ കോടികളുടെ തട്ടിപ്പും ഇടപാടുമാണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയ ആൾ പലതവണ ഈ ഓൺലൈൻ ആപ്പുകാരെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു. ആരെങ്കിലും ഫോൺ എടുക്കുമോ? കിട്ടിയ കാശും കൊണ്ട് പൊടിയും തട്ടി അവർ പോയി കാണും, ഇവനെ പറ്റിച്ച സന്തോഷത്തിൽ. ഇങ്ങനെ തുടങ്ങിയ ചതിക്കുഴികൾ ധാരാളമുണ്ട് ഓൺലൈൻ മേഖലയിൽ. ഓൺലൈനിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കൂ, നിങ്ങൾ ജോലി ചെയ്യൂ, അങ്ങനെ പല പല പരസ്യങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നുണ്ടാകും. അതിന് കേന്ദ്ര സർക്കാർ കുറേയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അനാവശ്യമായ ആപ്പുകളൊന്നും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കില്ല, നിങ്ങൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. മുമ്പാണെങ്കിൽ അങ്ങനെയല്ല, എല്ലാ ആപ്പുകളും മൊബൈൽ കമ്പനി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. അത് മൊബൈൽ കമ്പനിയും ഈ ആപ്പുകളും തമ്മിലുള്ളൊരു ധാരണയുടെ ഭാഗമായാണ്. എന്നിട്ട് അവർ നിരന്തരം പരസ്യങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പരസ്യങ്ങൾ കാണുന്നവർ പല ആവർത്തി കാണുമ്പോൾ ഏതെങ്കിലും ഒരു പരസ്യവാചകത്തിൽ കണ്ണുടക്കി വീഴുക തന്നെ ചെയ്യും. അങ്ങനെ വീണു പോകുന്നവരാണ് പലപ്പോഴും ചതിക്കുഴിയിൽ പോകുന്നത്. ഒന്ന്, ഈ മേഖലയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. മറ്റൊന്ന്, നിങ്ങളെ ഇതിലേക്ക് നയിക്കുന്ന ഇടനിലക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലെ അബദ്ധങ്ങൾ. ഓൺലൈൻ ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് വിദഗ്ധർ പറയുന്നതാണ്. ഈ അറിവില്ലായ്മയും അബദ്ധങ്ങളും പഠിച്ച് നേരെ പോയി കാശ് നിക്ഷേപിക്കും, ഉടനെ കാശ് പോവുകയും ചെയ്യും. എന്നാൽ ശരിയായ രീതിയിൽ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്, കാശ് സമ്പാദിക്കുന്നവരുണ്ട്, വീട്ടിലിരുന്ന് തന്നെ പണം വാങ്ങുന്നവരുണ്ട്, അതുപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്ത് കാശുണ്ടാക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ് ആനയ്ക്കതാകാം എന്ന് കരുതി ആടും കൂടി അതുപോലെ ശ്രമിക്കുമ്പോഴാണ് അബദ്ധം പറ്റുന്നത്. ആനയല്ല ആട്. ഒരാൾ വിജയിച്ചുവെങ്കിൽ അതേ മാതൃകയിൽ നമുക്കും വിജയിക്കാൻ പറ്റും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പല കുട്ടികൾക്കുള്ള പല പല കഥകളിലും ഇതേ ഭാഗം തന്നെ മൂല്യമായി അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശമായി വരുന്നുണ്ട്. പല ആളുകളും പലതും നേടും, അത് കണ്ടിട്ട് അതുപോലെ തന്നെ ഞാനും നേടുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന പലരും അബദ്ധങ്ങളിലാകും ചെന്ന് ചാടുന്നത്. അതുപോലെയാണ് ഈ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ കാര്യവും. ഓൺലൈനിൽ ഒരുപാട് ചതിക്കുഴികൾ മറഞ്ഞിരിപ്പുണ്ട്. അത്തരം ചതിക്കുഴികളിൽ ഇനിയും നിങ്ങൾ വീണു പോകരുതെന്ന് പറയാനാകും. പക്ഷേ എല്ലാവരും അല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഇനിയും വീഴുക തന്നെ ചെയ്യും.